2 കൊരിന്ത്യർ അധ്യായം 12. പ്രശംസ കൊണ്ട് പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്നുള്ള ദർശനങ്ങളിലേക്കും വെളിപ്പാടുകളിലേക്കും ഇനി കടക്കട്ടെ. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. 14 വർഷം മുമ്പ് അയാൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അത് ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിഞ്ഞുകൂടാ, ദൈവം അറിയുന്നു. അവാച്യവും ഉച്ചരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ അയാൾ കേട്ടു. ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കും. എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളുടെ കാര്യത്തിലല്ലാതെ ഞാൻ അഭിമാനിക്കുകയില്ല. പ്രശംസിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഞാൻ ഭോഷനാകുകയില്ല. സത്യമായിരിക്കും ഞാൻ പറയുന്നത്. എങ്കിലും പ്രവർത്തിക്കുന്നതിനും പ്രസ്താവിക്കുന്നതിനും അപ്പുറമായി ആരും എന്നെക്കുറിച്ച് ചിന്തിക്കാതിരിക്കേണ്ടതിന് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അതിമഹത്തായ ഈ വെളിപാടുകളാൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം നൽകപ്പെട്ടിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. അത് എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതകളെപ്പറ്റി പ്രശംസിക്കും. തന്മൂലമാണ് ക്രിസ്തുവിന് വേണ്ടിയുള്ള ബലഹീനതകൾ, പരിഹാസങ്ങൾ, ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, വൈഷമ്യങ്ങൾ എന്നിവയിൽ ഞാൻ ആനന്ദിക്കുന്നത്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഞാൻ എന്നെ തന്നെ ഒരു ഭോഷനാക്കി. നിങ്ങളാണ് അതിലേക്ക് എന്നെ നയിച്ചത്. നിങ്ങൾ എന്നെ പുകഴ്ത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിസ്സാരനെങ്കിലും അതിശ്രേഷ്ഠരായ അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും താഴ്ന്നവനല്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങളായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും മഹാസഹിഷ്ണുതയോടും കൂടി നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ നിങ്ങൾക്കൊരിക്കലും ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ മറ്റ് സഭകളെക്കാൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് കുറവ് വന്നിട്ടുള്ളത്? ഈ തെറ്റ് എന്നോട് ക്ഷമിച്ചാലും. ഇപ്പോൾ 3-ാം പ്രാവശ്യം നിങ്ങളെ സന്ദർശിക്കാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാവുകയില്ല. കാരണം എനിക്ക് വേണ്ടത് നിങ്ങൾക്കുള്ളവയെ അല്ല, നിങ്ങളെ തന്നെയാണ്. അമ്മയപ്പന്മാർക്ക് വേണ്ടി മക്കളല്ല, മക്കൾക്ക് വേണ്ടി അമ്മയപ്പന്മാരത്രേ സമ്പാദിച്ചു വെക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എനിക്കുള്ളതെല്ലാം വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയും ഞാൻ തന്നെ നിങ്ങൾക്കായി ചിലവായി പോകുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായിട്ടോ സ്നേഹിക്കുന്നത്? അതെന്തായാലും ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തിയില്ല. എന്നിട്ടും നിങ്ങൾ കരുതുന്നത് ഞാൻ കൗശലക്കാരനായി നിങ്ങളെ വഞ്ചിച്ചുവെന്നോ? നിങ്ങളുടെ അടുക്കലയച്ച ആരിൽ കൂടെയെങ്കിലും ഞാൻ നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടോ? ഞാൻ തീത്തോസിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഒരു സഹോദരനെയും അയാളോടുകൂടെ അയച്ചു. തീത്തോസ് നിങ്ങളെ വഞ്ചിച്ചുവോ? ഞങ്ങൾ ഒരേ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയും ഒരേ മാർഗം പിന്തുടരുകയുമല്ലേ ചെയ്തത്? ഞങ്ങൾ ഇത്രത്തോളം ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നുവെന്നാണോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്? വാസ്തവത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുന്നവർ എന്ന നിലയിൽ ദൈവമുമ്പാകെയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. പ്രിയ സ്നേഹിതരെ, അവയെല്ലാം നിങ്ങളുടെ ആത്മീയ പോഷണത്തിന് വേണ്ടിയാണ്. ഞാൻ വരുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ നിങ്ങൾ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഭയപ്പെടുന്നു. ശണ്ഠ, ഈർഷ്യ, ക്രോധം, ഭിന്നത, അപവാദം, ഏഷണി, അഹങ്കാരം, കലഹം എന്നിവ ഉണ്ടായിരിക്കുമോ എന്നും എനിക്ക് ആശങ്കയുണ്ട്. ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ താഴ്ത്തുമെന്നും പാപം ചെയ്തിട്ട് തങ്ങൾ ഏർപ്പെട്ടിരുന്ന അശുദ്ധി, ലൈംഗിക അധർമ്മം, വ്യഭിചാരം എന്നിവയെപ്പറ്റി അനുതപിക്കാത്ത പലരെപ്പറ്റിയും സങ്കടപ്പെടേണ്ടി വരുമെന്നും ഞാൻ ഭയപ്പെടുന്നു.